السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن الآن في الدورة 24 من دروس جلسات سورة النساء، وسنتحدث اليوم من آية 35 بعد 100 إلى الآية 40 بعد 100 من النساء. ولا يجوز التكلم. ഖുർആൻ പഠനത്തിലുള്ള സൂറത്തു നിസ പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. നമ്മൾ നേരത്തെ തന്നെ ചർച്ച തുടങ്ങിയതുകൊണ്ട്, കഴിഞ്ഞ ദിവസം തന്നെ ചർച്ച തുടങ്ങിയതുകൊണ്ട് ഇന്ന് വേഗം തീർത്ത് കിടന്നുറങ്ങാൻ പോവാം. ശരിയല്ലേ? വായിച്ചു നോക്കിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? അങ്ങോട്ടങ്ങോട്ട് പോകും തോറും നമുക്കിപ്പോ 80% മുതൽ 100% വരെ കുറഞ്ഞ ശതമാനം പറഞ്ഞവരെയും ഞാൻ എന്ത് ചെയ്യുന്നു, പരിഗണിക്കും. പക്ഷെ അവരോട് പറയാനുള്ളത്, ബാക്കിയുള്ളവർക്കെല്ലാം 97 ഓർ എബോവ് കിട്ടി, 97 ഓർ എബോവ് കിട്ടിയപ്പോൾ എനിക്ക് മാത്രം 80% കിട്ടിയത് എന്തുകൊണ്ട് എന്നത് പുനർവിചിന്തനം ചെയ്യണം. അപ്പൊ അത് പഴയ ക്ലാസ്സുകളൊക്കെ ആവർത്തിച്ച് പഠിക്കണം. അല്ലെങ്കിൽ സൂറത്തുൽ ബഖറയിലും ആല ഇമ്രാനിലൊക്കെ ഇരിക്കാത്തതുകൊണ്ടായിരിക്കാം ആ പാഠങ്ങൾ ആവർത്തിച്ച് കേൾക്കുക. അതിന്റെ വീഡിയോ റെക്കോർഡിംഗ് യൂട്യൂബിലുണ്ട്. സൂറത്തുൽ നിസായിലെ 135 മുതൽ 140 ആയത്ത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا كونوا قوامين بالقسط شهداء لله ولو على أنفسكم أو الوالدين والأقربين إن يكن غنيا أو فقيرا فالله أولى بهما فلا تتبعوا الهوى أن تعدلوا وإن تلموا أو تعرضوا فإن الله كان بما تعملون خبيرا. يا أيها الذين آمنوا بالله ورسوله والكتاب الذي نزل على رسوله والكتاب الذي أنزل من قبل ومن يكفر بالله وملائكته وكتبه ورسله واليوم الآخر فقد ضل ضلالا بعيدا. إن الذين آمنوا ثم كفروا ثم آمنوا ثم كفروا ثم ازدادوا كفرا لم يكن الله ليغفر لهم ولا ليهديهم سبيلا. وبشر المنافقين بأن لهم عذابا أليما. الذين يتخذون الكافرين أولياء من دون المؤمنين أيبتغون عندهم العزة فإن العزة لله جميعا. وقد نزل عليكم في الكتاب أن إذا سمعتم آيات الله يكفر بها ويستهزأ بها فلا تقعدوا معهم حتى يخوضوا في حديث غيره إنكم إذا مثلهم إن الله جامع المنافقين والكافرين
في جهنم جميعا. വായിച്ചു നോക്കിയപ്പോൾ 100% വാക്കുകളുടെ അർത്ഥവും കിട്ടിയ ആൾക്കാരുണ്ട്. ഇതിലെ 100% വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്കും തോന്നുന്നത്. കൂനു ഖവ്വാമീന, നേരത്തെ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? കൂനു ഖവ്വാമീന സുഹൃത്തുക്കൾ, ഈ സുഹൃത്തിനെ തൊട്ടത്തിൽ വന്നില്ലേ? കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത് എന്ന് പറഞ്ഞില്ലേ? വന്നോ ഇല്ലേ? വന്നിട്ടുണ്ടാവും. അപ്പോ ഖവ്വാമീൻ, കൂനു ഖവ്വാമീൻ. ഖായിം, ഖിയാം. ഖിയാം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഖായിം, നിൽക്കുന്നവൻ. അതിൽ നിന്നാണ് ഖവ്വാമീൻ, ഖവ്വാമുൻ, നിലകൊള്ളുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഖിയാം എന്ന് നൃത്തം, ഖവ്വാം എന്ന് പറഞ്ഞാൽ നിലകൊള്ളുന്നവൻ, ഖവ്വാം. ഖവ്വാമീൻ അല്ലെങ്കിൽ ഖവ്വാമൂൻ. റിജാലു നമ്മൾ പഠിച്ചല്ലോ. റിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്. ഓക്കെ, അപ്പൊ അവിടെ എന്തായിരുന്നു? കാര്യങ്ങൾ നിറവേറ്റുന്നവരാണ് എന്ന അർത്ഥത്തിലാണ്. ഇവിടെ അതിനു വേണ്ടി നിലകൊള്ളുന്നവർ എന്ന അർത്ഥത്തിലാണ്. ഖവ്വാമീൻ എങ്ങനെ ഖവ്വാമീൻ വന്നു? എന്തുകൊണ്ട് ഖവ്വാമൂൻ വന്നില്ല? റിജാലു ഖവ്വാമൂന എന്ന് വന്നു. ഇവിടെ കൂനു ഖവ്വാമീന എന്ന് വന്നു. കാനയുടെ ഖബറാണ്. അപ്പൊ കാനയുടെ ഇസ്മ എവിടെ? കൂനുവിലുള്ള കൂനുവിലുള്ള വാവെന്ന് നിങ്ങൾ വേറെ എവിടെ നിന്ന് ഗ്രാമർ പഠിച്ചതാണ്? ഞാൻ വേറെ രീതിയിൽ പഠിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാല് ഈ പഠിച്ചത് വേറെ എവിടെ നിന്നാണെന്ന് അറിയണമല്ലോ. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ കൂനു, നിങ്ങളാകൂ. അപ്പൊ അവിടെ എന്തുണ്ട്? അൻതുമുണ്ട്. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോ അവിടെ അൻതുമിന് പകരമാണ് വാവ് നിൽക്കുന്നത് എന്ന് ഗ്രാമറിലൊക്കെ പറഞ്ഞ് അങ്ങനെയും പറയാം. വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതല്ല വിഷയം. നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് എന്നതാണ്. കൂനുവിന്റെ അകത്ത് എന്തുണ്ട്? സർവനാമമുണ്ട്. എളുപ്പ വഴി അതാ. കൂനുവിന്റെ അകത്ത് സർവനാമമുണ്ട്. സർവനാമമാണ് അതിന്റെ ഒന്നാം ഭാഗം, അല്ലെങ്കിൽ ഇസ്മ. അവിടെ വാവുൽ ജമാ എന്ന് പറയുന്ന തെറ്റുണ്ടോ? ഇല്ലാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്ന് മാത്രം നോക്കുക. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്ന് നോക്കുക. വീഡിയോ ഒന്ന് നോക്കിയാൽ അങ്ങനെ പറഞ്ഞോളൂ, നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മളത് പരീക്ഷ എഴുതുമ്പോഴത്തേക്ക് അവിടെ അന്തമുണ്ട് എന്നറിയണം. നിങ്ങൾ വാവുൽ ജമാഅത്ത് എന്ന് പറഞ്ഞത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകണ്ടേ? നമ്മൾ മനസ്സിലാകുന്ന ഭാഷയിലാണ് പഠിക്കുന്നത്. നിങ്ങൾ അബ്ദുൽ മേഖയൊക്കെ എഴുതുകയാണെങ്കിൽ അങ്ങനെ എഴുതിക്കോളൂ. ഇത് പഠിച്ചിട്ട് അത് പഠിച്ചാൽ നിങ്ങൾക്ക് അത് അവിടെ ഉറപ്പായിട്ടും ഉണ്ടാകും. അത് പഠിച്ചിട്ട് അത് മാത്രം പഠിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ തുടക്കം മുതലേ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഇനി കുറച്ച് പഠിക്കാൻ ബാക്കിയുണ്ട്. അപ്പൊ നമ്മൾ ബാക്കിയാകുന്നിടത്ത് എന്ത് ചെയ്യാം? ഞങ്ങൾ വാദികളുടെ പുസ്തകം തന്നെ എടുത്ത് വെച്ചിട്ട് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വായിച്ചു നോക്കാം. ഓക്കെ, കൂനു ഖവ്വാമീന. അതായത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് ബാക്കി ഇട്ടിരിക്കുന്നു പഠിക്കാൻ വേണ്ടി. പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കണം, പിന്നെ PhDക്ക് പഠിക്കണം, അത് കഴിഞ്ഞാൽ പിന്നെ MPhilന് പഠിക്കണം, അല്ലെങ്കിൽ അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കണം. എല്ലാത്തിനും പഠിക്കണല്ലോ. അങ്ങോട്ടും പഠിച്ചു പിന്നെ എന്താ പഠിക്കേണ്ടത്? എല്ലാം നമ്മൾ 1-ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചു തീർത്ത് കഴിഞ്ഞാൽ അറബിയിൽ പിന്നെ ഒന്നും ബാക്കിയില്ല പഠിക്കാൻ. ഓക്കെ, ഖവ്വാമീന ബിൽ ഖിസ്ത്.
ഖിസ്ത് എന്താണ്? നീതി. ശുഹദാ ലില്ലാഹി, ശുഹദാ സാക്ഷ്യം വഹിക്കുന്നവരായ നിലയിൽ കേട്ടോ. അപ്പൊ അവിടെ ഹാലാണ് ശുഹദാ. കുനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്. ശുഹദാ കുനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹി. നേരെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. കുനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്. ഓക്കെ. നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരായിക്കൊണ്ട് നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാവുക, അള്ളാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരായ നിലയിൽ. അതേപോലെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാവുക, നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരായ നിലയിൽ. അപ്പൊ ഇതെന്താണ്? രണ്ടും പരസ്പര പൂരകമായ സംഗതിയാണ്. അപ്പോ ഷഹാദത്ത് എന്തിലാണ്? അള്ളാഹ് ഏകനാണ് എന്നതിൽ ഷഹാദത്ത് ഉണ്ടെങ്കിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുക, നീതിക്ക് വേണ്ടിയും എന്താണ് ഷഹാദത്ത്. അപ്പൊ ഷഹാദത്ത് അള്ളാഹ് ഏകനാണ് എന്ന് ഷഹാദത്ത് സാക്ഷ്യം വഹിക്കുന്നതോടൊപ്പം എന്താണ്? ഞാൻ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവനാണ് എന്നുകൂടി സാക്ഷ്യം വയ്ക്കണം. വലൗ അല അൻഫുസിക്കും. എന്താ അല അൻഫുസിക്കും? നമ്മൾ അല മനസ്സിലാക്കി, അൻഫുസും മനസ്സിലാക്കി, അൻഫുസിക്കും മനസ്സിലാക്കി. അല അൻഫുസിക്കും എന്ന് പറഞ്ഞപ്പോ എന്താണ്? ഇവിടെ എതിരിൽ എന്നാണ്. എതിരിൽ. അല അൻഫുസിക്കും, നിങ്ങൾക്കെതിരിൽ ആണെങ്കിൽ പോലും, വലൗ അല അൻഫുസിക്കും, അതിൽ വാലിദൈൻ നിങ്ങളെ വാപ്പക്കെതിരാണെങ്കിൽ പോലും, ഉമ്മക്കെതിരാണെങ്കിൽ പോലും, വൽ അഖ്റബീൻ അടുത്ത ബന്ധുക്കൾക്ക് എതിരാണെങ്കിൽ പോലും. ഇതിനപ്പുറം വേറെ എന്താണ്? ഒരു മതക്കാരനല്ലാത്ത മതക്കാരന്റെ പേരിൽ എന്ത് അനീതിയും നടപ്പാക്കാം എന്ന് എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ട്. മതഗ്രന്ഥങ്ങളായ നിലയിൽ അവർ വായിക്കാവ ഗ്രന്ഥങ്ങൾ വായിക്കപ്പെടുന്നു. അവൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണെങ്കിൽ അവനെ എന്ത് ചെയ്യാം, അവൻ അന്യജാതിയിൽപ്പെട്ടവനാണെങ്കിൽ അവനെ എന്തും ചെയ്യാം എന്നൊക്കെ എഴുതി വെച്ച ഗ്രന്ഥങ്ങളുണ്ട്. അതല്ല, നിങ്ങളെ വാപ്പക്കെതിരെ, ഉമ്മക്കെതിരെ, നിന്റെ അടുത്ത ബന്ധുവിനെതിരാണെങ്കിൽ, നിനക്ക് തന്നെ എതിരാണെങ്കിൽ പോലും നീ നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവനാകണം, അള്ളാഹ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവനാകണം, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവനാകണം. തിരിച്ചും മറിച്ചും പറഞ്ഞു. നീ അള്ളാഹ് ഏകനാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നുണ്ടെങ്കിൽ നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവനുമാകണം. യകുൻ ഗനിയൻ ഔ ഫഖീറൻ. യകുൻ ഗനിയൻ, അവൻ, ധനികന്റെ അർത്ഥം എന്താ? ധനികന്റെ ബഹുവചനം ഫക്കീറിന്റെ ബഹുവചനം ഓക്കെ. അപ്പോ അവൻ ധനികനാകട്ടെ ദരിദ്രനാകട്ടെ പാവപ്പെട്ടവനാണ് എന്ന് വിചാരിച്ച് അവന്റെ മേക്കിട്ട് കയറുക എന്ന് പറയും. അല്ല, പണക്കാരനായതുകൊണ്ട് അവന്റെ തല അറുക്കുക, പാവപ്പെട്ടവന് കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ? പണക്കാരന് മുതലാളിയിൽ തല അറുത്തിട്ട് അവന്റെ പണം പാവപ്പെട്ടവന് കൊടുക്കാൻ പറഞ്ഞില്ലേ കുറെ ആൾക്കാര്? അതും ചെയ്യാൻ പാടില്ല. മറിച്ച് എന്താ വേണം? ഖിസ്താ വേണ്ടത്, നീതിയാണ് വേണ്ടത്. അപ്പം തൊഴിലാളികൾക്ക് വേണ്ടി മുതലാളിയും കൊല്ലാൻ പാടില്ല, മുതലാളിക്ക് വേണ്ടി തൊഴിലാളിയും കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു നിയമസംഹിത ഭരണഘടന ഉണ്ടെങ്കിൽ അത് ഇത് മാത്രമേ ഉള്ളൂ. അതാണ് ഈ ഭരണഘടനയുടെ പ്രത്യേകത. ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള വേറൊരു ഭരണഘടന ഉണ്ടാവില്ല. ചിലപ്പോ ഹിഡൻ ആയിട്ടൊക്കെ മറിച്ചൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഓപ്ഷൻ ഉള്ള രീതിയിലൊക്കെ കാണാം. ഇവിടെ ഓരോ ഓപ്ഷനും ഇല്ല. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ലോകത്ത് തീവ്രവാദം ഉണ്ടാകുന്നത്. ആ തീവ്രവാദത്തെ ആരും അംഗീകരിക്കാത്ത എന്താ?
തീവ്രവാദം ഉണ്ടാകുന്നത് തൊഴിലാളികൾക്ക് വേണ്ടി മുതലാളിയുടെ തല അറുക്കുകയും മുതലാളിയുള്ള ധനം തൊഴിലാളിക്ക് കൊണ്ട് കൊടുക്കണം എന്ന് പറയുകയും ചെയ്തു. അപ്പൊ അതിലെ ആൾക്കാർ ഇപ്പോഴും വിലസുന്നുണ്ട്. കേരളത്തിലും ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അവരെ അറസ്റ്റ് ചെയ്തു പിടിച്ചു. അവര് പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു വാർത്ത. എല്ലാവരും കേട്ടായിരുന്നു. എന്തായിരുന്നു വേറെ പേരുണ്ടല്ലോ, മാവോയിസം. അപ്പൊ എന്തായി? അത് ഇതിന്റെ ബാക്കി പത്രമാണ്. ഇന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ ബാക്കി പത്രങ്ങളാണ്. അവരതിന് തീവ്രവാദം എന്ന് പറയാത്ത എന്താ? അവിടെയാണ് അതിന് തീവ്രവാദത്തിന്റെ ഉത്ഭവം വേര് കിടക്കുന്നത്. എന്നിട്ട് തീവ്രവാദി ആരെങ്കിലും മുസ്ലിം, എല്ലാ മുസ്ലിമും തീവ്രവാദിയല്ല, പക്ഷെ തീവ്രവാദി അല്ല മുസ്ലിം. അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ട് എത്തിക്കുക. തീവ്രവാദം ആരാ പഠിപ്പിച്ചത്? പോട്ടെ. ഇവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അൻ-നിസ 135-ാം അധ്യായം വളരെ വ്യക്തമായി പറയുന്നു. നിങ്ങൾ ഷഹാദത്ത് എന്ന ഷഹാദത്തിന് ഹക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഷഹാദത്ത്. അള്ളാഹ് ഏകനാണ്, ലോകത്തെ ഒരൊറ്റ നീതിയെ പാടുള്ളൂ. അവൻ പണക്കാരനാകട്ടെ ദരിദ്രനാകട്ടെ അള്ളയാണ് അവരുമായി ഏറ്റവും അർഹപ്പെട്ടവൻ എന്ന് പറഞ്ഞു. ഔല ഏറ്റവും അർഹപ്പെട്ടവൻ, ഏറ്റവും അർഹതായവൻ, ഏറ്റവും അടുത്തവൻ. ഫലാ തത്തബിഉൽ ഹവാ, ബിഹിമാൻ, തന്നിഷ്ടം. ബിഹിമാൻ പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ബിഹി ബിഹിം ബിക ബിക്കും ബി ബിന ബിഹ പഠിച്ചു. അപ്പൊ അതിന്റെ ഇടയിൽ എന്തുണ്ട്? ഖനിയാകട്ടെ ഫക്കീറാകട്ടെ, ഖനിയായിരുന്നാലും ഫക്കീറായിരുന്നാലും അവരുമായി ഏറ്റവും അടുത്തവൻ, ഏറ്റവും അർഹതപ്പെട്ടവൻ, അവരെ കൈകാര്യം ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ടവൻ അള്ളയാണ്. അവരുമായി ഏറ്റവും ബന്ധപ്പെട്ടവൻ അള്ളയാണ്. അവൻ ഖനിയായി അവനെ കൈകാര്യം ചെയ്യാൻ അള്ളാഹ്ക്കാണ് അവകാശമുള്ളത്. അവൻ ഫക്കീറാണ്, അതുകൊണ്ട് അവന് കുറച്ച് അങ്ങോട്ട് കൂടുതൽ കൊടുക്കുക. പണക്കാരൻ്റെ വാങ്ങിച്ചിട്ട് അവന് ഫക്കീറിന് കൊടുക്കുക, അതിന്റെ കാര്യമില്ല. അള്ളയാണ് അവർ നോക്കേണ്ടത്. അതാണ് ഫലാ തത്തബിഉൽ ഹവാ. ഹവയെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല, ഫോളോ ചെയ്യാൻ പാടില്ല. ഹവ മീൻസ് ദേഹേച്ഛ. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു. അപ്പോ ദേഹേച്ഛ എന്ന് പറയുന്ന അവസാനം എന്താവും? അതൊരു ബിംബമായി തീരും, അതൊരു ദേവതയായി തീരും. അങ്ങനെ ദേഹേച്ഛയെ ഇലാഹാക്കിയെന്ന് നീ കണ്ടോ എന്നാണ്. അപ്പൊ ഇവിടെ മറ്റൊരു വിഷയം കൂടി പറയുന്നുണ്ട്. ഇത് എല്ലാം എന്താണ്? ഐഡിയോളജിക്കൽ ഫിലോസഫിയാണ്. വലിയ വലിയ ഫിലോസഫികളാണ് ചെറിയ ചെറിയ വാക്കുകളിലൂടെ പറയുന്നത്. തത്തബിഉൽ ഹവ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ഭരണഘടന, ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഭരണഘടനയിലെ സുവർണ നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ തയ്യാറാക്കാൻ അർഹതപ്പെട്ടവൻ ആരാണ്? ഫല്ലാഹു ഔലാ ബിഹിമ. പണക്കാരന് വേണ്ടിയും പാവപ്പെട്ടവന് വേണ്ടിയും നിയമം ഉണ്ടാക്കാൻ അള്ളാഹ്ക്ക് മാത്രമാണ് അർഹതയുള്ളത്. ഫലാ തത്തബിഉൽ ഹവ, ദേഹേച്ഛയെ പിൻപറ്റരുത്. ഇപ്പൊ പണക്കാരനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അവന്റെ ഹവ പണക്കാരനുമായി അടുത്ത് നിൽക്കുന്നു. അതേപോലെ പാവപ്പെട്ടവനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നതെങ്കിൽ അപ്പോഴേ അവൻ എപ്പോഴും എന്ത് ചെയ്യും? പാവപ്പെട്ടവന്റെ പ്രശ്നമായിരിക്കും എടുത്തു കാണിക്കുന്നത്. അപ്പോ ലാ തത്തബിഉൽ ഹവ, ദേഹേച്ഛയെ പിൻപറ്റരുത്. നീ നിന്റേതായ, അപ്പൊ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത് വ്യക്തിപരമായ താല്പര്യങ്ങൾ ഇല്ലാത്ത ഒരാളായിരിക്കണം. അള്ളാഹ് മാത്രമേ ഉള്ളൂ. വ്യക്തി താല്പര്യം, ദേഹേച്ഛ ഇല്ലാത്തവനായി അള്ളാഹ് മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പഠിച്ചല്ലോ, നമുക്ക് ഒരിക്കലും നീതി പാലിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞില്ലേ? വരുന്ന ആയത്ത് പറഞ്ഞത് വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാഇ വലൗ ഹറസ്തും എന്ന് പറഞ്ഞു. അത്ര തന്നെ ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾക്ക് നീതി പാലിക്കാൻ കഴിയില്ല. അപ്പോ
ദേഹേച്ഛ അവിടെ ഉണ്ടാവും, കടന്നുകൂടും. ദേഹേച്ഛ കടന്നുകൂടാതിരിക്കണം എന്ത് ചെയ്യണം? ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത് ദിവ്യത്വ ശക്തിയായിരിക്കണം. അള്ളാഹ്ക്ക് മാത്രമേ അതിന് കഴിയൂ. അത് ഇവിടെ എന്ത് ചെയ്യാണ്? വ്യംഗ്യമായി സൂചിപ്പിക്കുക. وإن تلووا أو تعرضوا فإن الله كان بما تعملون خبيرا. then തൽവു തൽവു നമ്മൾ പഠിച്ചല്ലോ. എന്തായിരുന്നു അർത്ഥം? വളയ്ക്കുക, വളയുക. ഇവിടെ മഫ്ഊലു ബിഹി ഉണ്ടെങ്കിൽ വളയ്ക്കുക, മഫ്ഊലു ബിഹി ഇല്ലെങ്കിൽ വളയുക. ഇവിടെ മഫ്ഊലു ബിഹി ഇല്ലാതെയാണ് പറഞ്ഞത്. അതെ, നിങ്ങൾ വളയും. വഇന്ന മിൻഹും ലഫരീഖൻ യൽവൂന അൽസിനതഹും. ഏതിലാണ്? ബക്കറ, ആലി ഇമ്രാൻ? ആലിമ്രാനിൽ യൽവൂന അൽസിനതഹും. അങ്ങനെ അവിടെ അൽസിനത്ത് വന്നിട്ടുണ്ട് മഫ്ഊലു ബിഹി ആയിട്ട്. അപ്പൊ എന്ത് ചെയ്തു? വളയ്ക്കുക. ഇവിടെ എന്താണ്? വളയുക. ചായയും ചരിയുകയും ചെയ്താൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? അവഗണിക്കുകയോ ചെയ്താൽ. അപ്പൊ നിങ്ങള് സംസാരിക്കുമ്പോൾ ഈ ഹവ ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് സ്വയം വളച്ചൊടിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരാളെ അവഗണിച്ചുകൊണ്ട് സംസാരിക്കുകയോ ചെയ്താൽ ഖബറിന്റെ പിന്നിലുള്ള ഖബർ അറിയുന്നവൻ അള്ളയാണ്. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഖബറിന്റെ പിന്നിലുള്ള ഖബർ. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. മറുകക്ഷി സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ കഴിയില്ല. വേറൊരു കക്ഷി സംസാരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അയാൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അതിലെന്തോ ഒരു സംഭവം ഉണ്ട്. അയാളുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് ഈ സംഗതി ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഒന്നിൽ അയാളുടെ വ്യക്തി താല്പര്യം, അല്ലെങ്കിൽ അയാളുടെ സംഘടനാ താല്പര്യം, അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കളുടെ താല്പര്യം. അവിടെ ശ്രദ്ധിക്കുക. അങ്ങനെ ഇല്ലാതെ സംസാരിക്കുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥ അറിയണം. അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അല്ലാഹ് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ വരെ അറിയുന്നവനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. വിശ്വാസികളോട് അല്ലാഹ് പറഞ്ഞു വിശ്വസിക്കൂ. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹൻ. വിശ്വാസികളെ നിങ്ങളെല്ലാം പശ്ചാത്തപിച്ചു കൊള്ളുക. തൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. വിശ്വാസികളെ നിങ്ങളെല്ലാവരും പശ്ചാത്തപിച്ചു കൊള്ളുക. അപ്പൊ എന്താ അർത്ഥം? വിശ്വാസികളെ എല്ലാവരും തെറ്റ് ചെയ്തിട്ടുള്ളതല്ല എൻ്റെ അർത്ഥം. വിശ്വാസികളിൽ തെറ്റ് ചെയ്യുന്നവരുണ്ടാകാം. അപ്പൊ വിശ്വാസിയോട് നീ വിശ്വസിക്കൂ എന്ന് പറയണം. അപ്പൊ ഈമാൻ വർദ്ധിക്കുകയും കുറയുകയും ചെയ്യും. ഒരാൾ വിശ്വാസി ആയതുകൊണ്ട് മാത്രം അയാൾ എപ്പോഴും അയാളെ നെറ്റിയിൽ അയാൾ വിശ്വാസിയാണ്, 100% പെർഫെക്റ്റ് ആണ്, 22 ക്യാരറ്റ് ആണ്, എന്താണ് 100% പ്യൂരിറ്റി ഉള്ള ഗോൾഡ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഗോൾഡ് തന്നെ കൊടുക്കുമ്പോൾ നമ്മൾ 916 എന്ന് പറയും. 22 ക്യാരറ്റാ, 24 അല്ല. അപ്പൊ അതാണ് തങ്കം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകൽ സാധ്യമല്ല. ഉണ്ടാകാം, ഇല്ലാതെയും ഇരിക്കാം. അപ്പൊ വിശ്വാസികൾ ഒരിക്കൽ ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അയാളുടെ വിശ്വാസം എപ്പോഴും അതേ നിലയിൽ നിൽക്കുകയില്ല. കിതാബ് സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായത്തിന്റെ പേര് അൽ ഈമാൻ യസീദു വയൻഖുസു എന്നാണ്. അൽ ഈമാൻ യസീദു വയൻഖുസ്. ഈമാൻ വർദ്ധിക്കുകയും കുറയുകയും ചെയ്യും. എന്നിട്ട് പറയും ലാ യസിനി സാനി ഹീന യസിൻ വഹുവ മുഅ്മിൻ. വിശ്വാസിയായിരിക്കാം, പക്ഷെ അയാൾ സിന ചെയ്താൽ ഈ സന്ദർഭത്തിൽ അയാൾ വിശ്വാസി ആയിരിക്കുകയില്ല. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. മോഷ്ടിക്കുന്നവൻ മോഷ്ടിക്കുമ്പോൾ അയാൾ വിശ്വാസിയായിരിക്കുകയില്ല. അപ്പൊ ഈമാൻ ഉണ്ടായിരുന്ന ഒരാൾ എന്തെങ്കിലും തെറ്റുകൾ, അപ്പം സിനയും മോഷണവും ഇതൊന്നും അല്ലാതെയും ഇതെല്ലാം തെറ്റുകൾ സംഭവിച്ചുകൂടാം. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അയാളിൽ നിന്നും ഈമാൻ മാറി നിൽക്കും. അതുകൊണ്ടാണ് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ഖൂലൂ യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ
വ അൻതും മുസ്ലിം. വാവുൽ ഹാലാണ്. ഇല്ല വ അൻതും മുസ്ലിമുൻ, നിങ്ങൾ മുസ്ലിമായ ഹാലിലല്ലാതെ മരിച്ചു പോകരുത്. അപ്പൊ വിശ്വാസി മുസ്ലിമായ ഹാലിലല്ലാതെ മരിച്ചു പോകുന്നത് എപ്പോഴാണ്? അയാളിൽ നിന്നും ഈമാൻ മാറി നിൽക്കുന്ന സന്ദർഭമാണ്. ഏതെങ്കിലും തെറ്റ് ചെയ്യുന്ന സന്ദർഭം വന്നാൽ അയാളിൽ നിന്നും ഈമാൻ മാറി നിൽക്കും. പിന്നെ അയാൾക്ക് കുറ്റബോധം ഉണ്ടാവും, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഈമാൻ തിരിച്ചു വരും. പിന്നെ അയാൾ തൗബ ചെയ്യും, അപ്പൊ ഈമാൻ വർദ്ധിക്കും. അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു ആമിനു, വിശ്വാസികളെ നിങ്ങൾ വിശ്വാസം പുതുക്കുക. ജദ്ദിദു ഈമാനക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഈമാൻ നിങ്ങൾ പുതുക്കുക. അപ്പൊ ജദ്ദിദു, ഈമാൻ ജദീദാക്കുക, പുതിയതാക്കുക. ജദീദ് പുതിയത്, ജദ്ദദ പുതിയതാക്കി. യാ അയ്യുഹല്ലദീന ആമനു ആമിനു, അതാണ് എപ്പോഴും വിശ്വാസിയോട് വിശ്വാസം. അപ്പൊ നമ്മൾ എന്തിനാണ് പരസ്പരം ഉപദേശിക്കണമെന്നൊക്കെ പറയുന്നത്? ഈമാൻ അയാൾ കുറയാം, ആ സമയത്ത് ചെയ്യാം, ഉപദേശിച്ചാൽ ഈമാൻ വർദ്ധിക്കാം, അതിനുവേണ്ടിയാണ്. ആമിനു ബില്ലാഹി, എന്തിലൊക്കെ വിശ്വസിക്കണം? ബില്ലാഹി, അള്ളാഹെ വിശ്വസിക്കണം. വറസൂലിഹി, വറസൂലിഹി, അവന്റെ ദൂതനെ വിശ്വസിക്കണം. വൽ കിതാബില്ലദി നസ്സല അലാ റസൂലിഹി, ദൂതനിൽ അവതരിപ്പിച്ച കിതാബിൽ വിശ്വസിക്കണം. വൽ കിതാബില്ലദി അൻസല മിൻ ഖബ്ൽ, അതിന് മുമ്പ് ഇറക്കിയ കിതാബിലും പൂർവ്വവേദങ്ങൾ, മുമ്പുള്ള വേദങ്ങൾ. അതെ. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈമാൻ, ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം എന്ന് പറയും, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, അള്ളാഹിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. പിന്നെ ബില്ലാഹി, പിന്നെ അതിന്റെ വിശദീകരണം വരുന്നത് എവിടെയാണ്? യക്ഫുർ ബില്ലാഹി, അള്ളയിൽ ആരെങ്കിലും നിഷേധിച്ചാൽ, അള്ളയിൽ ആരെങ്കിലും നിഷേധിച്ചാൽ, വമലായികതിഹി, മലക്കുകളിൽ അവിശ്വസിച്ചാൽ. അപ്പൊ നേരത്തെ പറയാത്ത മലക്കുകളുടെ വിശ്വാസം ഇവിടെ വന്നു. വകുതുബിഹി, അവന്റെ ഗ്രന്ഥങ്ങളിൽ അവിശ്വസിച്ചാൽ. വറുസുലിഹി, അവന്റെ പ്രവാചകന്മാരിൽ വിശ്വസിച്ചാൽ. നേരത്തെ ഒരു പ്രവാചകനെ കുറിച്ചേ പറഞ്ഞുള്ളൂ. വൽ കിതാബില്ലദീ നസ്സല അലാ ആമിനു ബില്ലാഹി വറസൂലിഹി എന്ന് പറഞ്ഞു, തന്റെ ദൂതനിൽ എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞെടുത്ത് എന്താ? കുതുബിഹി വറുസുലിഹി എന്ന് പറഞ്ഞു, പ്രവാചകന്മാർ. അപ്പൊ അന്ത്യപ്രവാചകനിലെ മാത്രം വിശ്വസിച്ചാൽ പോരാ, അതിന് മുമ്പ് വന്ന എല്ലാ നബിമാരിലും വിശ്വസിക്കുക. വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും വിശ്വസിക്കുക. എത്ര എണ്ണായി? അള്ളാഹുവിലെ മലക്കുകൾ, ബാക്കി ഒരെണ്ണോടെ പോയി. ഇമാൻകാരി 6 എണ്ണം. ആറാമത്തെ എന്താ? ആറാമത്തെ എന്താ? എല്ലാം അള്ളാഹുവിൽ നിന്നാണ്, എല്ലാം അള്ളാഹിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. അപ്പൊ അള്ളാഹിൽ നിന്നാണെന്ന് വിശ്വസിക്കൽ അള്ളാഹിലുള്ള വിശ്വാസത്തിൽ പെട്ടതാണ്. വൽഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. അപ്പൊ എല്ലാം അള്ളാഹിൽ നിന്നുള്ളതാണ്. ഗുണകരവും ദോഷകരവുമായി തോന്നുന്ന എല്ലാം അള്ളാഹിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കുക. എന്ന് പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ അള്ളാഹിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ വേറെയും ഈമാന്റെ ഭാഗങ്ങൾ വേറെയും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നരകത്തിൽ വിശ്വസിക്കുക, സ്വർഗത്തിൽ വിശ്വസിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹദീസുകൾ. പക്ഷെ അതിനെ എല്ലാത്തിനും നമ്മൾ ചുരുക്കിയിട്ടാണ് നമ്മൾ ഹദീസിൽ 6 എണ്ണത്തിൽ പറയും. ഖുർആനിൽ വന്നിരുന്നിടത്തെല്ലാം 5 എണ്ണമാണ് പറയുന്നത്. ആറാമത്തേത് വൽഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, അത് അള്ളാഹിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആരെങ്കിലും അവിശ്വസിച്ചാൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, കേട്ടോ, ഈ രണ്ടും രണ്ട് ഘടനയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞു, വേറെ കുറച്ച് കാര്യങ്ങൾ ഇടയിൽ പറഞ്ഞു. എന്നിട്ട് ഈ പറഞ്ഞതെല്ലാം, ഈ പറഞ്ഞ ഏതെങ്കിലും വിശ്വാസ കാര്യങ്ങളിൽ അല്ല, ഈമാനു ഷുഅബ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈമാൻ 70-ൽ പരം ശാഖകളാണ്, അല്ല 60-ൽ പരം ശാഖകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ശാഖകളുണ്ട് ഈമാൻ.
അതിൽ ചിലതാണ് നമ്മൾ മദ്രസയിൽ എണ്ണി പറയുന്നത്. അത് മാത്രമാണ് വിശ്വാസത്തിന്റെ കാര്യങ്ങൾ എന്ന് ധരിക്കേണ്ടതില്ല. അങ്ങനെ ആരെങ്കിലും ഇതിൽ അവിശ്വസിച്ചാൽ വലാലവും വഴിയില്ല. ഈ പറഞ്ഞ വിശ്വാസ കാര്യങ്ങൾ ഏതിലെങ്കിലും അവിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ അവനെന്തായി? അവന്റെ വിശ്വാസത്തിൽ പിഴച്ചു എന്നല്ല പറഞ്ഞത്, പിന്നെയോ വിദൂരമായ വഴികളിലായി. നമ്മളിവിടെ ഒരു എന്താ പറയാ പ്രൊട്രാക്ടർ വെച്ച് നോക്കുക. ഒരാള് ഇങ്ങോട്ട് പോകുന്ന വഴിയില് അതിന്റെ എന്ത് ചെയ്തു, ഒരു അല്പം ഡിവിയേറ്റ് ചെയ്ത് പോയെന്ന് വിചാരിക്കുക. 90 ഡിഗ്രിയിലുള്ള സംഭവം എന്ത് ചെയ്തു, ഒരല്പം മാറിപ്പോയി. ഒരല്പം മാറിപ്പോയാൽ എന്താവും? അവസാനം ചെന്ന് എത്തുന്ന ഡെസ്റ്റിനേഷൻ എവിടെയായിരിക്കും? വളരെ വിദൂരമായതിലായിരിക്കും. 90 ഡിഗ്രിയിലാണ് ഇയാൾ സഞ്ചരിക്കുന്നത്, നേരെയാണ് പോകേണ്ടതെങ്കിൽ അയാൾ നേരെ പോയിരിക്കും. അവിടെ നിന്ന് ഒരല്പം ചെരിഞ്ഞു പോയി. ഒരല്പം ചെരിഞ്ഞു പോയാൽ പിന്നെ അയാൾ എത്തുന്നത് വളരെ ബഹുദൂരം, വളരെ വിദൂരതയിലേക്കാണ്. സത്യത്തിൽ നിന്നും വളരെ വിദൂരത്തായിരിക്കും എത്തിച്ചിരിക്കുക. അപ്പൊ വിശ്വാസത്തിൽ പറഞ്ഞ വിശ്വാസ കാര്യങ്ങളെല്ലാം കടുകിട വ്യത്യാസമില്ലാതെ വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ ഏതിലെങ്കിലും ഒന്നിൽ വിശ്വാസത്തിൽ ഒരല്പമെങ്കിലും തെറ്റായ വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ എന്തായി? വല്ല വഴിതെറ്റി, വലാലം വഴീതൻ, ബഹുദൂരം വഴിതെറ്റി. ഇന്നല്ലദീന ആമനൂ സുമ്മ കഫറൂ സുമ്മ ആമനൂ സുമ്മ കഫറൂ സുമ്മ ഇസ്ദാദൂ കുഫ്റ. ഇന്നല്ലദീന ആമനൂ വിശ്വസിച്ച കുറെ ആൾക്കാരുണ്ട്. സുമ്മ കഫറൂ, പിന്നെ എന്ത് ചെയ്തു? അവര് അവിശ്വസിച്ചു. സുമ്മ ആമനു, പിന്നെയും ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറഞ്ഞു. സുമ്മ കഫറൂ, പിന്നെയും അവർ അവിശ്വസിച്ചു. സുമ്മ ഇസ്ദാദൂ കുഫ്റ. ഇങ്ങനെ അവര് വിശ്വസിക്കുകയും അവിശ്വസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇസ്ദാദ, വർദ്ധിച്ചു. സുമ്മ ഇസ്ദാദൂ കുഫ്റൻ. അപ്പൊ സാദയുടെ സാദ എന്ന് പറഞ്ഞാൽ 3 അക്ഷരമല്ലേ ഉള്ളൂ. ഇസ്ദാദ, ഇസ്ദാദ. അപ്പൊ എന്തായി? അപ്പൊ അക്ഷരം കൂടുന്നതിനനുസരിച്ച് എന്താണ്? അതിന്റെ അർത്ഥത്തിലെ ഡെപ്ത് വർദ്ധിക്കും. ഒരേ അർത്ഥമാണെങ്കിൽ, രണ്ടിന് ഒരേ അർത്ഥമാണെങ്കിൽ അതിന്റെ ഡെപ്ത്, അതിന്റെ ആഴം വർദ്ധിക്കും. വല്ലാതെ എന്ത് ചെയ്തു? കൂടിപ്പോയി. മസ്ദാദ് കുഫ്റൻ. പിന്നീട് എന്ത് ചെയ്തു? കുഫറിനാൽ അധികമായി, ഒരുപാട് അധികമായി. ലന്നേക്കും ഇല്ലാഹുലിയാഹുലഹും, അള്ളാഹ് അവർക്ക് പുറത്തു കൊടുക്കുന്നില്ല. ബിഅന്നഹും ആമനൂ സുമ്മ കഫറൂ ഫതുബിഅ അലാ ഖുലൂബിഹിം. പിന്നീട് എന്ത് ചെയ്തു? അവരെ ഹൃദയം സീൽ വെക്കപ്പെട്ടു എന്നാണ്. സൂറത്തുൽ മുനാഫിഖ് കൊണ്ട് എന്താ പറഞ്ഞു? അവരെ ഹൃദയത്തിൽ തന്നെ മുദ്രണം ചെയ്യപ്പെട്ടു. പിന്നീട് അവരെ എന്ത് ചെയ്യും? ഹൃദയം തുറങ്ങൂല. അതിനാൽ പിന്നെ എന്താണ്, അവർ യാതൊന്നും ഗ്രഹിക്കുന്നില്ല, തിരിച്ചും പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞത്? യഅലമൂൻ. അവരൊന്നും ഒരു കാര്യം മനസ്സിലാക്കില്ല, ഒന്നും ഗ്രഹിക്കില്ല, ഒന്നും മനസ്സിലാക്കില്ല, ഒന്നും പഠിക്കില്ല, ഒന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല അവർ. കാരണം എന്താ? അവര് ഈമാൻ, അവര് വിശ്വാസത്തിന്റെ ചാഞ്ചല്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചോണ്ടിരിക്കും, ചാഞ്ചല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ചാഞ്ചല്യം ഉണ്ടാകാൻ പാടില്ല വിശ്വാസത്തിൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ അള്ളാഹ് അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. അങ്ങനെയുള്ളവർക്കാണ് ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് അവർക്ക് സ്ഥാനം എന്ന് പറഞ്ഞല്ലോ. ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും, അല്ലാഹ് അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. ലം യകുൻ ഇല്ല, അല്ലാഹ് യഗ്ഫിറ ലഹും, അല്ലാഹ് അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. വലാ ലിയഹ്ദിയഹും, അവരെ വഴി കാണിക്കുകയില്ല. അവരെ വഴി കാണിക്കുകയില്ല. അതാ യഹ്ദി, നേരെ വഴി കാണിച്ചു. കാരണം എന്താ?
ഫതുബിഅ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾ സീൽ വയ്ക്കപ്പെട്ടു. പിന്നെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ലോക്ക്ഡൌണിലാണ് ഹൃദയങ്ങൾ. എന്താണ് ലോക്ക്ഡൌണിലാണ്? ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒക്കെ വരും അല്ലേ? അപ്പൊ അതിനേക്കാളും അപ്പുറമുള്ള ലോക്ക്ഡൌണിലായിരിക്കും. വലാലിയഹ്ദിയഹും, അവർക്ക് വലാലിയഹ്ദിയഹും സബീല, അവർക്ക് വഴി കാണിക്കുകയില്ല. അപ്പൊ അതായത് വിശ്വാസത്തിൽ ചാഞ്ചല്യം ഉണ്ടാകുന്ന ആളെ സംബന്ധിച്ചോളം അവർക്ക് പിന്നെ ഒരിക്കലും സത്യബന്ധാവ്, നേർവഴി കണ്ടെത്താൻ കഴിയില്ല. അവരതിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞെളിപിരികൊള്ളുകയായിരിക്കും. ഞെളിപിരികൊള്ളുക എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ നിന്ന് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള വസ്തുതകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ബശ്ശീരിൽ മുനാഫിഖീൻ, ഇപ്പൊ പറഞ്ഞ എല്ലാ മുനാഫിഖുകളെ കുറിച്ചാണ് എന്ന് ഒരൊറ്റ വാക്ക് മതി. ഇതെല്ലാം പറഞ്ഞെന്താ? വിശ്വാസത്തിൽ ചാഞ്ചല്യം ഉണ്ടാകുന്ന എല്ലാം പറഞ്ഞതെല്ലാം കപട വിശ്വാസികളെ കുറിച്ചാണ്. ബശ്ശീരിൽ മുനാഫിഖീൻ, മുനാഫിഖുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ബിഅന്ന ലഹും അദാബൻ അലീം. അദാബൻ എങ്ങനെയാണ് നെസ്ബ് കിട്ടിയത്? അന്ന വന്നപ്പോൾ എന്ത് ചെയ്തു? അന്ന വന്നപ്പോ എന്ത് ചെയ്തു? അതിന്റെ ഖബർ, അന്നയുടെ ഖബർ, അന്നയുടെ ഖബറിന് എന്താ അടയാളം? അന്നയുടെ ഇസ്മാണ്. അന്നയുടെ ഇസ്മിനാണ് എന്ത് ചെയ്തത്? നെസ്ബ് വന്നത്. അന്നയുടെ ഇസ്മിന് എന്തുകൊണ്ട് ദൂരെ പോയി? അന്നയുടെ ഇസ്മ ദൂരെ പോകാൻ കാര്യം എന്താ? ഖബർ മുഖദ്ദം, ഖബർ നേരത്തെ വന്നു. മാ ഹിയ ഖബർ മുഖദ്ദം? മാ ഹിയ സബബ്? മാ ഹിയ സബബ് ലിതഖ്ദീം അൽ ഖബർ? ടെക്നിക്കൽ വാക്ക് പഠിച്ചു വെച്ചാൽ പോലെ, അത് അറബി തന്നെ എല്ലാം പറയാൻ പറ്റും. അതിന് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട്. അങ്ങനെയല്ല, ജാർ മജ്റൂർ വന്നത് കൊണ്ടാണ്. ജർ ചെയ്യുന്ന കസ്ർ വരുത്തുന്ന പദം വന്നാൽ എന്ത് ചെയ്യും? കസ്ർ വരുത്തുന്ന പദം വന്നാൽ ഇന്നയുടെ ഖബർ മുമ്പേ വരും. കേട്ടാ? ഇന്ന അസാബൻ ലഹും എന്നാണ്. ഇന്ന അസാബൻ ലഹും, തീർച്ചയായും ശിക്ഷ അവർക്കുണ്ട് എന്നാണ്. അപ്പൊ എന്ത് ചെയ്യും? കെസർ വരുത്തുന്ന പദവും ആ കെസർ ചെയ്യപ്പെട്ട പദവും കൂടെ ചേർന്നിട്ട് മുമ്പേ വരും. എന്തുണ്ടാവുന്നത്? ലഹും എന്തുണ്ടാവും മുമ്പേ വന്നത്? ബി അന്ന വന്നതുകൊണ്ടാണ് ഉസ്താദെ. ബി അന്ന എന്ന് വന്നതുകൊണ്ടാണ്. ഇതുവരെ പറഞ്ഞ എന്താണ്? അല്ല, ബി അല്ലേ കസ്ർ വരുത്തുന്നത്? ബി അന്ന എന്ന് വന്നതുകൊണ്ടാണോ? ഖബർ എവിടെ കിടക്കുന്നത്? ഖബർ ലഹുമാണ്. ബി അന്ന അസാബൻ ലഹും എന്നാണ് ഞാൻ പറഞ്ഞത്. അസാബൻ ലഹും, തീർച്ചയായും ശിക്ഷ അവർക്കുള്ളതാണ്. അതപ്പോ ബിയുടെ പിന്നെ ഇഫക്റ്റ് അന്നക്കുണ്ടെന്ന് പറയാൻ ബി അല്ല നോക്കേണ്ടത്. അന്ന വന്നാൽ അന്നയ്ക്ക് ശേഷമുള്ളതല്ലേ നോക്കേണ്ടത്. ലാമ വന്നിട്ടുണ്ട്. അതെ, ലാം കെസ് വരുത്തുന്ന ലാം വന്നത് കൊണ്ടാണ്. ലാം എന്നാ പറയാ. പക്ഷെ ലാ വന്നപ്പോ പിന്നെ സർവനാമം വന്നപ്പോ അത് പോയില്ലേ? അതിൻ്റെത് എഫക്റ്റ് ഇല്ലല്ലോ. പിന്നെ എന്തില്ല? അത് വെളിവാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതവിടെ ഉണ്ട്, വെളിവാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഹും സർവനാമം മബിനി ആയതുകൊണ്ട് വെളിവാകുന്നില്ല എന്ന് മാത്രം. കെസ് വരുത്തുന്ന പദം അവിടെ തന്നെ ഉണ്ട്. ലീ ആണ് പദം, പറയുന്നത് ലാം എന്നാണ്. കേട്ടോ? ഓക്കെ. അപ്പൊ കെസ് വരുത്തുന്ന പദം വന്നത് കൊണ്ട് ആ പദം മുൻകടക്കും. നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട് കേട്ടോ, കമ്മ്യൂണിക്കേറ്റ് അറബിക്കില്ല. ബി അന്ന പറഞ്ഞ ആൾക്കാർ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോ ബശ്ശീറുൽ മുനാഫിഖീൻ, ഇത് എന്താണ്? അവരെ വളരെ എളുപ്പരാക്കുന്ന രീതിയിലാണ് പറയുന്നത്. കപടവിശ്വാസികൾക്ക് സന്തോഷവാർത്ത, അവർ സന്തോഷിച്ചോളം പറയേ.
അവർക്ക് അജാബൻ അലീമൻ, അലമുൻ വേദന, അലമുൻ വേദന, അലീൽ വേദനാജനകമായ ശിക്ഷയെക്കുറിച്ച് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എങ്ങനെയുള്ള മുനാഫിക്കുകളാണ് അവര്? الذين يتخذون الكافرين أولياء. അപ്പൊ മുനാഫിക്ക് ആരാണെന്നുള്ളതിന്റെ ലക്ഷണം പറയുകയാണ്. ആദ്യം പറഞ്ഞെന്താ? അവരിൽ വിശ്വാസത്തിൽ ചാഞ്ചല്യമുണ്ട്. അപ്പൊ അവരുടെ മനസ്സിൽ ചെയ്യുന്നില്ല, വിശ്വാസം അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ കാപട്യത്തിന്റെ കാരണം. വിശ്വാസം അവരിൽ എന്ത് ചെയ്യുന്നില്ല. അള്ളാഹുടെ ഏകത്വം, അതേപോലെ പ്രവാചകത്വം, അഥവാ പ്രവാചകത്വം എന്ന് പറയുന്നത് നുബുവത്ത് എന്ന് പറയുന്നത്. പ്രവാചകത്വം എന്ന് പറഞ്ഞാൽ പ്രവചിക്കുകയല്ല റസൂൽ ചെയ്യുന്ന, മറിച്ച് എന്താണ്? സന്ദേശവാഹകനാണ്. അള്ളാഹിൽ നിന്നുള്ള സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി അള്ളാഹ് നബിമാരെ തിരഞ്ഞെടുത്ത്, മനുഷ്യന്മാരിൽ നിന്നും ചില ആൾക്കാരെ തിരഞ്ഞെടുത്ത് അവന്റെ സന്ദേശം ഈ നബിമാരിലൂടെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് എന്നതിലുള്ള വിശ്വാസം. അതേപോലെ അള്ളാഹ് കിതാബ്, ഈ കിതാബല്ല വേറെ ഒരുപാട് കിതാബുകൾ അള്ളാഹ് ഇറക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുക. അതേപോലെ അന്ത്യനാൾ വരും, മലക്കുകളുണ്ട്. ഇതിലൊക്കെ വിശ്വാസം, അവർക്ക് വിശ്വാസത്തിൽ ചാഞ്ചല്യമുണ്ടാകും കപടവിശ്വാസികൾക്ക്. അതെന്ത് ചെയ്തു? അതാദ്യം പറഞ്ഞു. പിന്നീട് അവരുടെ റിസൾട്ട് എന്താണ്? അവർക്ക് ശിക്ഷ ലഭിക്കുമെന്ന കാര്യവും ഉറപ്പിച്ചു പറഞ്ഞു. അതിനുശേഷമാണ് പറഞ്ഞത് അല്ലദീന കാഫിരീൻ. പിന്നീട് കപടവിശ്വാസികളിൽ കാണുന്ന ചില അടയാളങ്ങളാണ്. എന്താ അടയാളം? അല്ലദീന യത്തഖിദൂനൽ കാഫിരീന, സത്യനിഷേധികളെ അവരെന്ത് ചെയ്യുന്നു? ഇത്തഖദ, സ്വീകരിച്ചു. പിൻപറ്റി എന്നല്ല പറഞ്ഞു, ഇത്തഖദ സ്വീകരിച്ചു. അഖദ എടുത്തു, ഇത്തഖദ സ്വീകരിച്ചു. അല്ലദീന യത്തഖിദൂനൽ കാഫിരീന, സത്യനിഷേധികളെ സ്വീകരിക്കുന്നവരാണ് അവർ, കപടവിശ്വാസികൾ. ഔലിയാ, എന്തായിട്ട് സ്വീകരിച്ചു? ആത്മമിത്രങ്ങളായി. അപ്പൊ അൽ വലാ വൽ വറാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഷയം തന്നെയുണ്ട്. അൽ വലാ എന്ന് പറഞ്ഞാൽ ആത്മമിത്രമാക്കൽ. അൽ വറാ എന്ന് പറഞ്ഞാൽ വിമുക്തി നേടൽ. അപ്പൊ സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവരെന്തല്ല, ആത്മമിത്രമാക്കാൻ യാതൊരു നിലയ്ക്കും അവർക്ക് അർഹതയില്ല. ഫ്രണ്ട്ഷിപ്പ് അല്ല ഈ പറഞ്ഞത് കേട്ടോ. എന്ന് പറഞ്ഞില്ലേ അലിമ്രാനിലെ? ഉള്ളുകളികൾ അറിയുന്നവരാകും. അതേപോലെ അവര് നമ്മെ സംരക്ഷിക്കും എന്നൊരു ചിന്താഗതി ഉണ്ടാവുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്റെ ഫ്രണ്ടാണ് അയാൾ എന്നെ സംരക്ഷിക്കും എന്ന ചിന്താഗതി ഉണ്ടാവുക. അത് തെറ്റിദ്ധാരണയാണ്. ആ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അവിടെ നിലനിൽക്കുകയില്ല. അതൊക്കെ അവര് താൽക്കാലിക തന്ത്രങ്ങൾ ആക്കി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഒരുപാട് ഖുർആൻ കറക്റ്റായിട്ട് വായിച്ചാൽ അതിന് ഒരുപാട് തെളിവുകൾ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഒരു കാലുമാറുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ശൈത്താൻ കാലുമാറുന്നെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ശരിയായിട്ട് ഖുർആൻ വായിച്ചാൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. നമ്മൾ ഖുർആൻ എവിടെ വായിച്ചാലും മനസ്സിലാകുന്നത് കൊണ്ട് ഞാൻ തന്നെ പറഞ്ഞതല്ല, നിങ്ങൾ സ്വന്തം വായിച്ച് കണ്ടുപിടിക്കുക. പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഔലിയ എന്താണ്? ഔലിയാന് എന്താണ് നെസ്ബ് വന്നത്? കാഫിരീൻ, ഒന്നാമത്തെ മഫ്ഊൽ ബിഹിയാണ്. ഔലിയ ഇത്തഖദ സ്വീകരിച്ചു. ആരെ സ്വീകരിച്ചു? എന്തായിട്ട് സ്വീകരിച്ചു? അപ്പൊ ഇത്തഖദ സ്വീകരിച്ചു. അൽ കാഫിരീന, സത്യനിഷേധികളെ സ്വീകരിച്ചു. എന്തായിട്ട് സ്വീകരിച്ചു? ആത്മമിത്രങ്ങളായി സ്വീകരിച്ചു. മിൻ ദൂനിൽ മുഅ്മിനീൻ, വിശ്വാസികളെ കൂടാതെ. വിശ്വാസികളല്ല എന്നെ സംരക്ഷിക്കുക, വേറെ ചില ആൾക്കാരാണ് എന്നെ സംരക്ഷിക്കുക എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റിദ്ധാരണയാണ് എന്ന് മനസ്സിലാക്കണം. ദി ഫിലോസഫിക്കൽ ഐഡിയോളജീസ്. നമ്മൾ ഫിലോസഫി പഠിക്കണം, ചരിത്രം പഠിക്കണം നമ്മൾ കേട്ടോ. ഈ അടുത്ത കാലത്ത് ഫലസ്തീൻ്റെ ഒരു ചരിത്രവും ഈ അടുത്താണ് വായിച്ചത്. നേരത്തെ തന്നെ അതിനെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നു. ഫലസ്തീനെ എങ്ങനെയെങ്കിലും
പലസ്തീനെ കൈവശപ്പെടുത്താൻ വേണ്ടി പല തന്ത്രങ്ങളും എന്ത് ചെയ്തൊരു ജൂതന്മാർ പ്രയോഗിച്ചുകൊണ്ടേയിരുന്നു. അന്നുണ്ടായിരുന്ന ഖലീഫ, ഉസ്മാനിയ ഖലീഫമാർ ഒന്നല്ല, ഉസ്മാനിയ ഖലീഫമാരെല്ലാം തിരിച്ചും മറിച്ചുമാൻ എന്ത് ചെയ്തു, നിഷേധിച്ചുകൊണ്ടേയിരുന്നു എന്നാ പറയും. അപ്പൊ അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കണം. അപ്പോ വിശ്വാസികളെ വിട്ടിട്ട് അവിശ്വാസികളെ ആത്മമിത്രങ്ങളായി സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്നുള്ളത് ചരിത്രം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ പഠിച്ചു പോയാൽ എന്നിട്ട് പിന്നീട് ചോദിക്കുന്നു, ആ യബ്തഗൂന ഇൻദഹുൽ ഇസ്സത്ത, ആ യബ്തഗൂൻ, ഇങ്ങനെ വിശ്വാസികളെ വിട്ട് സത്യനിഷേധികൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുഫർ എന്നതിന്റെ അർത്ഥം എല്ലാ അർത്ഥങ്ങളും നോക്കണം കേട്ടോ. കവറ മറച്ചു വെച്ചു, അതേപോലെ നന്ദികേട് കാണിച്ചു, അങ്ങനെയാണ് സത്യനിഷേധിയാകുന്നത്. അങ്ങനെയുള്ളവര് ആത്മമിത്രങ്ങളായി സ്വീകരിക്കുന്നവർ അവർ യബ്തഗൂൻ, ആ യബ്തഗൂൻ, ഇബ്തഗ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തേടി, കാംക്ഷിച്ചു. യബ്തഗൂൻ, അവർ കാംക്ഷിക്കുകയാണോ അവരുടെ അടുക്കൽ. യബ്തഗൂൻ എന്ന് പറഞ്ഞാൽ യബ്തഗൂന ഹഉലാഇൽ മുനാഫിഖൂൻ, ഈ കപടവിശ്വാസികൾ ഇബ്തിഗാ ചെയ്യുകയാണോ, കാംക്ഷിക്കുകയാണോ, ഇന്ദ ഹോം, അവരുടെ അടുക്കൽ എന്ന് പറഞ്ഞാൽ ആ ഹും ആരാണ്? ആ കാഫിറുകളുടെ അടുക്കൽ. ഇന്ദൽ കുഫാർ യബ്തഗൂന ഹഉലാഇൽ മുനാഫിഖൂന ഇന്ദൽ കാഫിരീൻ, ആ സത്യനിഷേധികളുടെ അടുക്കൽ അവർ കാംക്ഷിക്കുകയാണോ അൽ ഇസ്സത്ത്, പ്രതാപം, അവർക്ക് അവിടെ അഭിമാനം, ആത്മാഭിമാനം ഉണ്ടാകും എന്നവർ വിചാരിക്കുകയാണോ? ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആത്മാഭിമാനം? ഇവിടെ നിന്ന് അങ്ങോട്ട് പോയവർക്ക് ആർക്കെങ്കിലും? കുറെ അറബി പേരിലുള്ള ആൾക്കാർ അങ്ങോട്ട് പോയില്ലേ? അങ്ങോട്ട് പ്രത്യക്ഷത്തിൽ പോയവരുണ്ട്, അപ്രത്യക്ഷമായി പോയവരുമുണ്ട്. പ്രകടമായി അവരോടൊപ്പം ചേർന്ന ആൾക്കാരുമുണ്ട്, അല്ലാതെ മനസ്സിൽ അവരെ സൂക്ഷിച്ചു വയ്ക്കുന്ന ആൾക്കാരുമുണ്ട്. അവരെ സഹായിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അവർക്ക് ആർക്കെങ്കിലും അഭിമാനമുണ്ടോ? അഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നുണ്ടോ? അവർക്ക് ആത്മാഭിമാനമുണ്ടോ? ഇജ്ജത്ത്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രതാപം. ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഉണ്ടാകുന്ന ഒരു ഒരു പ്രാഥമികമായ സംഗതിയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടേക്ക് മേൽക്കൈ ഉണ്ടാവുക. അഭിമാനത്തിൽ മേൽക്കൈ ഉണ്ടാവുക, ഇജ്ജത്ത്. അപ്പോഴാണ് എന്താകുന്നത്? പ്രതാപം ഉണ്ടാകുന്നത്. ഇജ്ജത്ത്, എന്തെങ്കിലും പ്രതിഫലം അവർ കാംക്ഷിക്കുന്നുണ്ടോ? ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, പ്രതാപം മുഴുവൻ അള്ളാന്റെ അടുക്കലാണ്. വിശ്വാസികളുടെ നാഥനായ, അല്ലെങ്കിൽ വിശ്വാസികളെ എല്ലാ നിലയ്ക്കും സംരക്ഷിക്കും എന്ന് വാക്ക് കൊടുത്തിട്ടുള്ള അള്ളാന്റെ അടുക്കലാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ രക്ഷിതാവായ, വിശ്വാസികളെ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാന്റെ അടുക്കലാണ് എല്ലാ പ്രതാപവും ഉള്ളത്. ആ അങ്ങനെയുള്ള വിശ്വാസികൾ അള്ളാഹയും വിശ്വാസികളെയും വിട്ടിട്ട് നിങ്ങൾ കുഫാറിനെ, കാഫിറുകളെ വലിയാക്കാൻ, ആത്മമിത്രമാക്കാൻ അവർ സംരക്ഷിക്കും, നമ്മൾ ആ സന്നിഗ്ധ ഘട്ടത്തിൽ അവർ നമ്മളെ സംരക്ഷിക്കും എന്നൊക്കെ വിചാരിക്കാൻ വല്ല കാരണമുണ്ടോ? ഫഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബി, കിതാബിൽ അവൻ ഇറക്കി തന്നിരിക്കുന്നു. ആര്? ഇന്നൽ ഇസ്സത ലില്ലാഹി എന്ന് പറഞ്ഞില്ലേ, ആ ലില്ലാഹിലേക്ക് മടങ്ങുന്നതാണ് നസ്സലയുടെ കർത്താവായ ഹുവ. നസ്സലയുടെ അകത്തുള്ള ഹുവ ഏതിലേക്ക് മടങ്ങും? നേരത്തെ പരാമർശിച്ചിട്ടുള്ള ഒരു നാമത്തിലേക്ക് മടങ്ങണം. തൊട്ടു മുമ്പ് പരാമർശിച്ചിട്ടുള്ള ഒരു നാമത്തിലേക്ക് മടങ്ങണം. ഏത്? മറഞ്ഞ സർവനാമം. കർത്താവ് പ്രകടമായ സർവനാമം, പ്രകടമായ നാമം ഇല്ലെങ്കിൽ നസ്സലയുടെ കർത്താവിനെ ഇവിടെ പരാമർശിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ അകത്തുള്ള സർവനാമമാണ്. അങ്ങനെ അകത്തുള്ള സർവനാമമാണെങ്കിൽ അതിന് മുമ്പ് പരാമർശിച്ച ഒരു നാമത്തിലേക്ക് അത് മടങ്ങണം. ആ നാമം എന്താണ്? തൊട്ടു മുമ്പ് പരാമർശിച്ച അള്ളയാണ്. ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅൻ, ജമീഅൻ എന്നാ പറഞ്ഞത് കേട്ടോ. അള്ളാന്റെ അടുക്കലാണ് പ്രതാപം. ടോട്ടലി, കംപ്ലീറ്റ്ലി, പൂർണ്ണമായും അള്ളാന്റെ അടുക്കലാണ്. വഖദ് നസ്സല അലൈക്കും, നിങ്ങളുടെ മേൽ അവൻ ഇറക്കി തന്നിരിക്കുന്നു. കിതാബിൽ നിങ്ങൾക്ക് അവൻ ഇറക്കി തന്നിരിക്കുന്നു. ഇദാ സമഅതും ആയാതില്ലാഹി, നിങ്ങൾ ഇദാ സമഅതും ആയാതില്ലാഹി, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ കേട്ടാൽ, കണ്ടാൽ, സൂക്തങ്ങളെ കേട്ടാൽ, യുക്ഫർ ബിഹ, ആയാത്തിന് എങ്ങനെ കസർ വന്നു?
അൻ ഏത് അൻ? തും കർമ്മം നിങ്ങൾ കൂടി ജർ വന്നെന്ന് പറയുന്ന ചില ആൾക്കാര്, അൻ കാരണമായി കസ്ർ വന്നെന്ന് പറയുന്ന ചില ആൾക്കാര്. സ്ത്രീലിംഗ ബഹുവചനം. സ്ത്രീലിംഗ ബഹുവചനം ആയതുകൊണ്ട് കസ്റത്ത് കൊണ്ട് നസ്ബ് ചെയ്തു. അയാത്തി സമയത്വം മഫ്ഊലുൻ ബിഹിയാണ് ആയാത്ത് കേട്ടോ. സമയത്വമിന്റെ മഫ്ഊലുൻ ബിഹിയാണ് ആയാത്ത്. ആയാത്തില്ലാഹി യുക്ഫറു ബിഹാ, നിഷേധിക്കപ്പെടും. നിങ്ങൾ അള്ളാന്റെ സൂക്തങ്ങൾ സൂക്തങ്ങൾ കേൾക്കുമ്പോൾ യുക്ഫർ ബിഹ, അതിനെന്ത് ചെയ്യും? നിഷേധിക്കപ്പെടും. ആര്? കാഫിറുകൾ അതിനെ നിഷേധിക്കും. യുസ്തഹ്സഉ ബിഹ, അതെന്ത് ചെയ്യും? നമ്മൾ പഠിച്ചതാണ് ബക്കറയില് അള്ളാഹു അല്ലാഹു യസ്തഹ്സിഉ ബിഹിം എന്ന് നമ്മൾ സൂറത്തുൽ ബഖറയിൽ പഠിച്ചു. അപ്പൊ ഇസ്തഗ്ഫറ ഗ്രൂപ്പിന്റെ കർമ്മണി പ്രയോഗം പഠിച്ചേ. ഇസ്തഗ്ഫറ ഗ്രൂപ്പിന്റെ കർമ്മണി പ്രയോഗം പഠിച്ചു. ഇസ്തഗ്ഫറ, അതെ ആയിക്കോട്ടെ, ഇസ്തഗ്ഫറ ഗ്രൂപ്പ് അല്ലേ. അതെ, അവഹേളിക്കപ്പെടും, പരിഹസിക്കപ്പെടും. ബിഹാ, അതിനെ യുസ്തഹ്സഉ ബിഹാ, യുക്ഫറു ബിഹാ വ യുസ്തഹ്സഉ ബിഹാ. അപ്പോ കാഫിറുകൾ അതിനെ പരിഹസിക്കും എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ അള്ളാന്റെ സൂക്തങ്ങൾ കേൾക്കുമ്പോൾ അത് നിഷേധിക്കപ്പെടുകയും അല്ലെങ്കിൽ മറച്ചു വയ്ക്കപ്പെടുകയും അതിനോട് നന്ദികേട് കാണിക്കപ്പെടുകയും അതേപോലെ അതിനെ അവഹേളിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ഒക്കെ ചെയ്യും. ആരായിരിക്കും പരിഹസിക്കുക? ഈ കാഫിറുകൾ, മുനാഫിക്കുകളാണ് എന്ത് ചെയ്യുന്നത്? കാഫിറുകളെ വലിയായി സ്വീകരിക്കുന്നത്. അപ്പോ വലിയായി സ്വീകരിക്കുമ്പോൾ മുനാഫിക്കുകൾ യഥാർത്ഥത്തിൽ എന്താണ്? അവർ ഖുർആനിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അവര് വിശ്വാസത്തിലില്ല. എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വാസത്തിൽ കളങ്കമുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ അവര് വിശ്വസിക്കുന്ന ഖുർആനിക സൂക്തങ്ങൾ ഇങ്ങനെ അവതരിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും? അവര് ആത്മമിത്രമാക്കി സ്വീകരിച്ച ആൾക്കാർ അതിനെ നിഷേധിക്കും, ഇതിനെ അവഹേളിക്കും. എന്തുവാണോ നീ സുഹൃത്ത് പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യും? എന്തുവാണോ ആയത്ത്, അള്ളാന്റെ അടുക്കൽ നിന്ന് ഇറക്കിയ ആയത്ത് എന്താണ്, എന്തൊക്കെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവഹേളിക്കും അല്ലേ? അവരോടൊപ്പം ഇരിക്കരുത്. ആലിമ്രാനിലാണ് ഖഅദ പഠിച്ചത്. ഖഅദ ഇരുന്നു, യഖഉദു. ലാ തഖഉദു മഅഹും, അവരോടൊപ്പം ഇരിക്കരുത്. നിങ്ങൾ അവരെ ആത്മമിത്രമായി സ്വീകരിച്ചു, ആ ആത്മമിത്രമായി സ്വീകരിച്ച കാഫിറുകളോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇരിക്കരുത്. ഹത്താ യഖൂദു ഫി ഹദീസിൻ ഗൈരിഹി, നിങ്ങൾക്ക് ഇറക്കപ്പെട്ട സൂക്തങ്ങൾ അവർ കേട്ടാൽ അവരെന്ത് ചെയ്യും? അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ചർച്ച ചെയ്യുമ്പോ നിങ്ങളുടെ സുഹൃത്തുക്കളല്ലേ, നിങ്ങൾ ആത്മമിത്രങ്ങളാക്കി, അവരുടെ അടുക്കൽ പ്രതാപം ഉണ്ടാവുമെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു. അവര് നിങ്ങളിൽ വിശ്വസിക്കുന്ന ആയത്തുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, മോശമായി ചർച്ച ചെയ്യുന്നു. ലാ തഖഉദു മഅഹും, അന്നേരം അവരോടൊപ്പം ഇരിക്കരുത്. ഹത്താ യഖൂദു ഫി ഹദീസിൻ ഗൈരിഹി, ഹദീസ് സംഭാഷണം, ഗൈരിഹി അതല്ലാത്ത. ഖാദ യഖൂദു എന്ന് പറഞ്ഞാൽ ഇൻവോൾവ് ആയി കേട്ടാ. ഒഴുകിയല്ല, മുഴുകി, അതെ മുഴുകി. ഹത്താ യഖൂദു, ഖാദ യഖൂദു എന്ന് പറഞ്ഞാൽ തൗബ നമ്മൾ പഠിച്ചതല്ല, നമ്മൾ പഠിച്ചതായ സൂറത്ത് ആയത്തിൽ. ഈ ഒരു വാക്കായിരിക്കും ചിലപ്പം ഈ 97%, 98% വിചാരിച്ചിട്ടുണ്ട്. ഖാദ യഖൂദു, മുഴുകി. ഖാദ യഖൂദു, ഹത്താ യഖൂദു ഫി ഹദീസിൻ ഗൈരിഹി, അതല്ലാത്ത വാർത്തയിൽ, സംഭാഷണത്തിൽ അവർ മുഴുകുന്നത് വരെ അവരോടൊപ്പം ഇരിക്കരുത്. നമ്മൾ ആത്മമിത്രമായി സ്വീകരിച്ചാൽ ഇങ്ങനെയുള്ള സംഭാഷണങ്ങളൊക്കെ ഉണ്ടാകും. ആ സംഭാഷണം ഉണ്ടാകുന്ന സമയത്തെങ്കിലും നിങ്ങൾ അവരോടൊപ്പം ഇരിക്കരുത്. അതെങ്കിലും നിങ്ങൾ മര്യാദ കാണിക്കണം. ഈ ഹദീസിൻ ഗൈരി ഇന്നകും ഇദം മിസ്ലുഹും,
ഇനി നിങ്ങൾ അവരോടൊപ്പം ഇരുന്നാൽ ഇന്നക്കും തീർച്ചയായും ഇതൻ അന്നേരം മിസ്ലുഹും അവരോടൊപ്പം ആവും. ഇതൻ അന്നേരം കേട്ടോ, ഇതൻ പഠിച്ചായിരുന്നോ? അല്ലൻ ഇതൻ കൈ ഇതൻ അന്നേരം ഇതൻ മിസ്ലുഹും അവരോടൊപ്പം അവരെ പോലെയാകും. ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമിയ. അള്ളാഹ് എന്ത് ചെയ്തിരിക്കുകയാണ്? ജാമിഅ ഒരുമിച്ച് കൂട്ടുന്നവനാണ്. അൽ മുനാഫിഖീന കപടവിശ്വാസികളെയും വൽ കാഫിരീന കുഫ്ർ ചെയ്യുന്നവരെയും ഈ ജഹന്നം നരകത്തിൽ ജമിഅൻ എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടുന്നു. ഓക്കെ, ആ സിറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ അടുത്തയിലേക്ക് എന്തായാലും പോകുന്നില്ല. 9:30 നിർത്തുമെന്നാണ് വിചാരിച്ചത്. 9:45 തീർന്നു. ഇത് വേറെ എന്താണ് സംശയം? മനസ്സിലാകാത്ത എന്തെങ്കിലും വ്യാകരണമോ പദങ്ങളോ പദഘടനയോ വല്ലതും ഉണ്ടോ? ഇപ്പൊ മനസ്സിലാകും. ഒരു കാര്യം കൂടി ചോദിച്ചു. നേരത്തെ പറഞ്ഞില്ലേ ബി അന്ന ലഹും അദാബൻ അലീമാണ്. അത് പിന്നെന്താ പറയാ, കെസർ വരുത്തുന്ന പദം അതിന് ശേഷം വന്നതിനാൽ എങ്ങനെയാണ് നെസ്ബ് വരിക? കെസർ വരുത്തുന്ന പദമല്ല, കെസർ വരുത്തുന്ന പദവും കെസർ ചെയ്യപ്പെട്ട പദവും കൂടെ ഒരുമിച്ച് വരും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇന്നയുടെ ഇസ്മിനേക്കാൾ മുമ്പേ ഖബർ വരും. ഉസ്താദ് ഇവിടെ ഇന്നല്ല അന്നയാണല്ലോ. ആയിക്കോട്ടെ, അന്ന ആയിക്കോട്ടെ. ഇന്ന അന്ന രണ്ട് നിയമമാണോ ഒരു നിയമമാണോ? ഒരു നിയമമാണ്. അപ്പൊ അതിന്റെ അപ്പൊ എന്ത് വരും? നെസ്ബ് വരും. ആർക്ക് നെസ്ബ് വരും? നെസ്ബ് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല ഇവിടെ. നെസ്ബ് ഇന്ന വന്നാല് അല്ലെങ്കിൽ അന്ന വന്നാല് നെസ്ബ് ഉണ്ട്. ആർക്കാ നെസ്ബ് ഉള്ളത്? കഴിഞ്ഞിട്ടുള്ളതല്ല, ഖബറിന്. ഖബറിനാണ് നെസ്ബ് ഉള്ളത്. ഇന്നയുടെ ഇസ്മിനാണ് എന്തുള്ളത്? ഇന്നയുടെയും അന്നയുടെയും ഇസ്മിനാണ് എന്തുള്ളത്? നെസ്ബ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ എന്ത് ചെയ്യണം? ഇന്ന അസാബ എന്നല്ലേ വരേണ്ടത്. ഇന്ന അസാബൻ, ഇന്ന അസാബൻ. അലീം അവിടെ നിൽക്കട്ടെ. ഇന്ന അസാബൻ ലഹും അല്ലെങ്കിൽ അന്ന അസാബൻ ലഹും, അങ്ങനെയാണ് അതിന്റെ ക്രമം. അപ്പൊ എന്ത് ചെയ്തു? ലഹും വന്നാൽ, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റീവ് അറബിക്ക് ഏതോ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടാം ഭാഗക്കാരാണ് സംസാരിക്കുന്നത്. മൂന്നാം ഭാഗം പഠിച്ചവർ നോക്കുക. മൂന്നാം ഭാഗം പഠിച്ച ആരുണ്ട്? ഏതോ ഒരു ഷേഖിന്റെ സംസാരം കേട്ടില്ല മൂന്നാം ഭാഗം പഠിച്ച? കരീം സാഹിബ് പഠിച്ചില്ലേ? അതിലുണ്ട്. ജാർ മജ്റൂർ വന്നാൽ മുമ്പേ വരും എന്ന് വന്നിട്ടില്ലേ? ഖബർ മുമ്പേ വരും. ഇസ്മിനാണ് എന്ത് ചെയ്യേണ്ടത്? ഇന്നയുടെ അല്ലെങ്കിൽ അന്നയുടെ ഇസ്മിനാണ് നെസ്ബ് ചെയ്യേണ്ടത്. അതാണ് അസാബ്. നെസ്ബ് ചെയ്യേണ്ട പദല്ലേ അതിനുള്ള? ഏത്? അല്ലൻ അത് ക്രിയയ്ക്ക് നെസ്ബ് ചെയ്യുന്നതാണ്. അല്ലൻ ഇതൻ കൈ ക്രിയയ്ക്ക് നെസ്ബ് ചെയ്യുന്നതാണ്. ഇന്നയും സഹോദരിമാരും നാമത്തിന് നെസ്ബ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ നെസ്ബ് ചെയ്യുന്ന സംഗതികൾ രണ്ട് തരമുണ്ട്. ഒന്ന് നാമവാക്യത്തിൽ വരുന്ന ഇന്നയും സഹോദരിമാരും. പിന്നൊന്ന് ക്രിയാവാക്യത്തിൽ ക്രിയയ്ക്ക് മുമ്പേ വരുന്ന അല്ലനിതൻ കൈ. ഇവിടെ എന്താണ്? നാമവാക്യമാണ്. അതല്ല അന്നലഹും അസാബൻ അലീമിനെ കുറിച്ചാണ് ഇപ്പൊ ചർച്ച. ഞാൻ മറ്റേ ലാസ്റ്റില് എടുത്തത് ഇതം മിസ്ലു എന്ന് പറഞ്ഞല്ലോ. അവിടെ അത് നമ്മൾ പറഞ്ഞായിരുന്നു. ഇതൻ എന്നത് ഇതൻ ക്രിയയ്ക്ക് നെസ്ബ് ചെയ്യുന്ന രീതിയിൽ ഖുർആനിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇൻഡു മാർക്കറ്റ് കാണിച്ചത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കാണുന്നുണ്ടോ? ഉണ്ടോ? ഇതൻ അവിടെ ഒരു ക്രോസ് മാർക്കറ്റ് ഇരുന്നു. ക്രിയയ്ക്ക് നെസ്ബ് ചെയ്യുന്ന രീതിയിൽ ഇതൻ ഖുർആനിൽ വന്നിട്ടില്ല.
ബാക്കിയെല്ലാം വന്നിട്ടുണ്ട്. ബാക്കി പലതും വന്നിട്ടുണ്ട്. ഇത് ഈതൻ വന്നിട്ടില്ല. ഉസ്താദ് അതൊന്നുകൂടി പറഞ്ഞുതരാം. വലവു അല അംഫുസിക്കും, നിങ്ങൾക്ക് എതിരായി എങ്ങനെ വരുന്നതാവും? അപ്പൊ അല പറയുമ്പോഴത്തേക്ക് അല എന്ന് പറയുന്നത് പിന്നെ അതിന് എതിരില്ലെന്നും മുകളിൽ ഓപ്പോസിറ്റ് എന്നും ഒക്കെയുള്ള പ്രയോഗങ്ങളുണ്ട് കേട്ടോ. അത് പലയിടത്തും വന്നിട്ടുണ്ടല്ലോ ഖുർആനിൽ. ഇതിന് മുമ്പ് പല തന്നെ ഉസ്താദെ. സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഈ വന്നിട്ടുണ്ട്. തവ എന്നുള്ളതും ഹവ എന്നുള്ളതും ഒരേ പദമല്ലല്ലോ, വ്യത്യാസമില്ല അർത്ഥം? ഏതാണ് തവ എന്നുള്ള പദവും ഹവ എന്നുള്ള പദവും അർത്ഥം വ്യത്യാസം ഉണ്ടല്ലോ അല്ലെ? തൗഅനാണോ? തവഴൻ കർഹൻ എന്നുള്ള തൗഅൻ എന്താണ്? അതാഅയാണ്. താഅത്തുൻ. സ്വമേധയാണല്ലോ ഒരു താഅത്ത് അനുസരണം. താഅത്ത് അനുസരണം. അതിനാണ് തൗഅൻ എന്ന് പറഞ്ഞാൽ അനുസരിച്ചു കൊണ്ട് എന്ന് പറയുന്നത് സ്വമേധയാ ചെയ്തത്. കെരിഹ വെറുത്തു, അതിനെയാണ് കർഹൻ എന്ന് പറഞ്ഞത്. നിർബന്ധമായ രീതിയിൽ, നിർബന്ധിതമായ രീതിയിൽ. തൗഅൻ വ കർഹൻ എന്ന് അവിടെ അങ്ങനെ പറഞ്ഞത് വെറുത്തുകൊണ്ടെന്നും അനുസരിച്ചു കൊണ്ടെന്നും എന്നാ പറഞ്ഞതിനെയാണ് സ്വമേധയായെന്നും നിർബന്ധിതമായി എന്നൊക്കെ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്താണ്? അത് ത്വാ ഐനാണ്. അലിഫ് ഐനാണ്. അപ്പൊ തൗഅൻ എന്ന് പറയുന്നിടത്ത് ത്വാ വാവ് ഐനാണ്. ഇവിടെ എന്താ? ഏത് വാക്കാണ് പറഞ്ഞത് ഇവിടുത്തെ? ഞാൻ ഹവ എന്നുള്ളത് വ്യത്യാസം ഹവ എന്നിടത്ത് എന്താണ്? ഹവ എന്ന് പറയുന്നത് ഹ ആണ്. ബഹുമാനപ്പെട്ട ഹ, ഹിജറയുടെ ഹ. ലഹും എന്ന് പറഞ്ഞിടത്ത് ഹായാണ്. തത്തബിയൽ ഹവ എന്ന് പറഞ്ഞില്ല. പിന്നെ ഒരു ചെറിയ സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. വൈൽ തെൽവു, തെൽവു എന്നുള്ള അത് ഏത് വേർഡിൽ നിന്ന് വന്നാണാവോ? ആരെ പറഞ്ഞല്ലോ ഇവിടെ? അത് പുതിയ വേർഡല്ലേ? പുതിയ വേർഡൊന്നുമല്ല, പുതിയ വേർഡൊന്നുമല്ല. وإن منهم لفريقا يلوون ألسنتهم بالكتاب لتحسبوه من الكتاب وما هو من الكتاب ويقولون هو من عند الله وما هو من عند الله. البقرة لا لا يقولون على الله الكذب وهم يعلمون. البقرة അല്ല, ആലിമ്രാനിലാണ് അത്. ആലിമ്രാനിലല്ല, ബക്കറയിൽ. അല്ല, ആലിമ്രാനിലാണ് അത്. നിസായിലെന്നെ വന്നിട്ടില്ലേ? അല്ല, ആലിമ്രാനില് 78-ാമത്തെ ആയത്താണ് അത്. ആലിമ്രാനില് സൂറത്ത് മുനാഫിക്ക് വേറൊരു വിധത്തിൽ വന്നിട്ടുണ്ട്. വൈദാ ഖീലു യസ്തഗ്ഫിറുലക്കും റസൂലുള്ളാഹി വറസൂലുഹു എന്നുള്ള. അതെ, അവിടെ എന്താ? അവിടെ ലവ്വ എന്നാണ്. അതായത് അവിടെ ട്രാൻസിറ്റീവ് തന്നെയാണ് പേര്. ലവ എൽവി എന്ന് പറയുന്നിടത്ത് എന്താണ്? അവിടെ ട്രാൻസിറ്റീവും ഇൻട്രാൻസിറ്റീവും. കാരണം വന്നിട്ടുണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് ആവും, കാരണം ഇല്ലെങ്കിൽ ഇൻട്രാൻസിറ്റീവ് ആവും. ലവ്വ എന്ന് വന്നിടത്ത് എന്താണ്? സബ്ബഹ ഗ്രൂപ്പ് ആയതോടുകൂടി എന്തായി? നജ്ജല പോലെ അവിടെ അവിടെ ട്രാൻസിറ്റീവ് ആണ്. വേറെ ഇതൊക്കെ നമ്മൾ വായിച്ചു നോക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ഇതെല്ലാം അതിന്റെ ഡെപ്തിലേക്ക് നമ്മൾ എത്തിയത്. അപ്പൊ ചർച്ച അങ്ങനെ ആഴത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അഡ്വാൻസ് ആയിട്ട് വായിച്ചു നോക്കണം, ഗ്രൂപ്പിൽ പ്രതികരിക്കണം. അപ്പൊ എല്ലാവരും തമ്മിൽ വ്യത്യാസം എന്തെന്നാ? അവൽ ഫെമിനിൻ ജെൻഡർ അല്ലേ? ഔല ഊല എന്നുള്ളത് വലിയോ? അവൽ ആദ്യത്തേത്. അവൽ ആദ്യത്തേത്. അടുത്തവൻ. ഔല ഏറ്റവും അടുത്തവൻ കേട്ടോ. അതിന്റെ സൂപ്പർലേറ്റീവ് ആണ് ഔല. ഊലയാണോ മറ്റേത് അവലിന്റെ ഫെമിനാണ് ഊല. ഊല വേറെ, ഔലിയ വേറെ.
വലിയന്റെ ബഹുവചനമാണ് ഔലിയ. ആ വലിയന്റെ ബഹുവചനമാണ് ഔലിയ. അതേസമയം വലിയുൻ അടുത്തവൻ, ഔല ഏറ്റവും അടുത്തവൻ. അതെ, മലയാളത്തിൽ തിരിച്ച് പറയാറുണ്ട് ആൾക്കാർ, ഔലിയാക്കള് എന്ന് പറയും. ഔലിയാക്കള് എന്ന് പറയും. ഔലിയാ അത് മുസ്ലിമീങ്ങൾ പറയാറില്ലേ? രക്ഷാധികാരി എന്നുള്ള അർത്ഥമല്ലേ അത്? മുസ്ലിമീങ്ങള് വെള്ളങ്ങൾ കുടിച്ചോന്ന് ഞങ്ങളാടി ചോദിക്കും. അവലിന്റെ സ്ത്രീലിംഗ് അല്ലേ ഊല? അവന്റെ സ്ത്രീലിംഗം ഊല. ഊല. ഓക്കെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇത് എത്രത്തോളം അറിയാം, പിന്നീട് ഇനി അങ്ങനെ ആശയം മനസ്സിലാക്കാൻ പറ്റും, അർത്ഥം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ, അങ്ങനെ നോക്കുക. അപ്പോ അതൊന്ന് ചൂടായപ്പോ എല്ലാവരും സ്മാർട്ടായി. അല്ല, അതല്ല വിഷയം. ഞാൻ ഒന്ന് കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്ത് ബേക്കിലേക്ക് നോക്കി നോക്കിയപ്പോൾ ഞങ്ങൾ ഉംറയ്ക്ക് പോകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നോക്കുക ഒരുപാട് പേര് പ്രതികരിച്ചു. ഈ ആയത്ത് വായിച്ചു നോക്കിയിട്ട് അതിന്റെ അർത്ഥം അറിയാമെന്ന് നോക്കിയപ്പോഴത്തേക്ക് ആർക്കും പ്രതികരണം ശേഷിയില്ല. എല്ലാത്തിനെയും പിടിച്ച് ഭർത്താക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് എല്ലാവരും പ്രതികരിക്കാൻ കഴിയും. കുറച്ചു പേർക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഗ്രൂപ്പിലെ മെസ്സേജുകൾ റീഡ് ചെയ്യുന്നു. അപ്പോഴും ഉസ്താദിന് തന്നെ ക്രെഡിറ്റ്. ഉസ്താദ് പുറത്താക്കുന്നപ്പോ എല്ലാവരും ഓടി വന്നില്ലേ? അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ നോക്കും റീഡ് ചെയ്യുന്നുണ്ടോ കേട്ടോ. 2 ദിവസത്തിനകം റീഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, റീഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മാറ്റി നിർത്തും. അല്ല, 37 ആൾക്കാർ പ്രതികരിച്ചല്ലോ, 22 ആൾക്കാരെ ക്ലാസ്സിലുള്ളൂ. അല്ലല്ലല്ല, അത് വേറെ കാര്യം. ഈ സമയത്ത് തന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന് അസൗകര്യമുള്ളവരുണ്ടാകാം. അതേസമയം നമ്മുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നാൽ 24 അവേഴ്സിനകം അത് റീഡ് ചെയ്ത് മെസ്സേജ് ഒരു പ്രതികരണം ഉണ്ടാവണ്ടേ? അത് വേണം. നമ്മൾ ഇത്രയും പഠിച്ചില്ല. ബക്കറ, ആലി ഇമ്രാൻ, നിസാ എല്ലാം പഠിച്ചില്ല. നിസാ തീർന്നു. അപ്പൊ നിസാന്റെ പരീക്ഷ ഉടനെ വരും. പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ നടത്തണം പെട്ടെന്ന് തന്നെ കേട്ടോ. പരീക്ഷ ഫീസ് അടച്ച് പരീക്ഷയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യണം. അതിന്റെ മെസ്സേജ് നോമ്പിനുള്ളിലുണ്ടാവും ഉസ്താദേ. അത് നോക്കാം, നോമ്പിന്റെ ഉള്ളിലാണോ പുറത്താണോ എന്നുള്ളത് നോക്കാം. എന്തായാലും രജിസ്റ്റർ ചെയ്യണം. പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യണം. പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യണം. അള്ളാഹ് നമുക്ക് തോഫീക്ക് നൽകട്ടെ. എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും ഗ്രൂപ്പിൽ വരും. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹ് നമുക്ക് മാറ്റി തരട്ടെ. നമ്മുടെ നല്ല ലോകത്ത് ദീനിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് പീഡനം അനുഭവിക്കുന്നത്. ദീനിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നത്. അതെന്നും ഉണ്ടാകുക തന്നെ ചെയ്യും. ആ പീഡനങ്ങളും പ്രയാസങ്ങളും എന്താണ്, ഒഴുകിപ്പോകുന്ന വെള്ളം ഒഴുകിപ്പോകുമ്പോൾ അതിങ്ങനെ അതിനോടൊപ്പം ഒഴുകിപ്പോകുന്ന ചപ്പ് ചവറുകളാണ്. അതേസമയം പ്രതിസന്ധികളും വൈതരണികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ വകഞ്ഞു മാറ്റി രക്ഷപ്പെട്ടു പോകുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. പ്രതിസന്ധികൾ എപ്പോഴും ഉണ്ടാകും. വിശ്വാസികൾ അന്നും ഇന്നും എപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. വിശ്വാസികളുടെ ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം എപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇന്ന് രാത്രി വന്നാൽ നാളെ ഒരു പകലുണ്ടാകും. നമ്മൾ സൂറത്തുൽ ഫലക്ക് മുതലാണ് പഠിക്കാൻ തുടങ്ങിയത്. പ്രഭാതത്തിന്റെ നാഥനാണ്. അടുത്ത ഒരു പ്രഭാതം വിടർന്നു വരാനിരിക്കുന്നു. അത് പ്രഭാതത്തിന്റെ വെളിച്ചം നമ്മെ കാത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് അല്ലാഹു എളുപ്പത്തിൽ മാർഗം കാണിച്ചു തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസന വഖിനാ അസാബന്നാർ റഹ്മതിക യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.